ഹായ് ആൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബജിയാണ്. അത് നമുക്ക് വേണ്ടത് ആച്ചിയുടെ ബജി ബോണ്ട പൗഡർ. അതിൻ്റെ ഒപ്പം ചിക്കൻ ബോൺലെസ് ആയിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പൗഡർ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് സെറ്റാക്കുക. ഇതിൽ ഉപ്പോ മറ്റോ വല്ലതും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഈ ആച്ചിയുടെ ഈ മസാല പൗഡറിൽ എല്ലാം തന്നെ ഉണ്ട്. അതിനൊപ്പം നമുക്ക് ചിക്കൻ്റെ ചെറിയ പീസുകൾ, ബോൺലെസ് പീസുകൾ അതിലേക്ക് ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒപ്പം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ 1 സ്പൂൺ അളവിൽ മാവെടുത്തിട്ട് ചെറിയ ചിക്കൻ ബജികളാക്കിയിട്ട് നമുക്കതിനെ എടുക്കാം. ഒരു സൈഡ് ബ്രൗൺ ആയപ്പോൾ ഞാൻ അതിനെ തിരിച്ചിട്ടു. 2 സൈഡും ഏകദേശം ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിന് നമുക്ക് കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയായ ക്രിസ്പിയായ ചിക്കൻ ബജി റെഡി ആയിട്ടുണ്ട്. മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. ഇന്ന് ഞങ്ങളുടെ ഡിന്നർ പത്തിരിയും ചിക്കൻ കറിയാണ്. ഒപ്പം കട്ടൻ ചായയുണ്ട്. സുലൈമാനിയൊന്നും ഇഷ്ടമല്ലാത്ത എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.